രാജ്യത്തിന്റെ പോരായ്മകളെ ചോദ്യം ചെയ്യുന്നവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഇൻഡിപെൻഡൻസ് ഡേ വീഡിയോ ആണ്. വി ലവ് ഇന്ത്യ. ഓക്കെ, നമ്മൾ ഇന്ത്യയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നുണ്ട്. ദേശീയ പതാക ഉയർത്തുന്നു, ദേശീയ ഗാനം പാടുന്നു, അഭിമാനത്തോടെ ഇന്ത്യക്കാരാണെന്ന് പറയുന്നു. തലമുറകളായി കൈമാറി കിട്ടിയ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുന്നു. കാരണം നമ്മളെ ഇവിടെ വരെ എത്തിച്ച പോരാട്ടങ്ങളെയും ത്യാഗങ്ങളെയും ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ സ്വാതന്ത്ര്യ ദിനം. പക്ഷെ ഒരു രാജ്യത്തെ സ്നേഹിക്കുക, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തെ സ്നേഹിക്കുക എന്നത് അതിന്റെ പോരായ്മകളെ കണ്ടില്ലെന്ന് നടിച്ചിട്ടാണ് എന്നൊരു ധാരണ രാജ്യത്തിനകത്ത് തന്നെ പലർക്കും ഉണ്ട്. അധികാരത്തിലിരിക്കുന്നവരെ ചോദ്യം ചെയ്യുമ്പോൾ അത് രാജ്യദ്രോഹം ആകാതെ, സർക്കാരിന്റെ തീരുമാനങ്ങളെ വിമർശിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാതെ, നമ്മൾ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ അധികാരികളെ ചോദ്യം ചെയ്യാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും തിരുത്തൽ ആവശ്യപ്പെടാനും കഴിയുന്നതല്ലേ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം? അല്ല, അതല്ലേ ഗാന്ധിജി സ്വപ്നം കണ്ട കിനാശേരി? അതിന് വന്ന് സ്വാതന്ത്ര്യദിനത്തിന്റെ പോസ്റ്റർ അടിക്കുമ്പോൾ അതിൽ ഗാന്ധിജിയെ കാണാൻ പോലും കിട്ടാറില്ല എന്നത് മറ്റൊരു സത്യം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫ്രീഡം ടു പ്രൊട്ടസ്റ്റ് ഇസ് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് ഫ്രീഡം. അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്ത് തന്നെയാണ് ഇങ്ങനെ ആഘോഷിക്കാൻ പാകത്തിന് നമുക്കൊരു ദിവസം ഉണ്ടായത്. കാരണം രാജ്യം ഒരു സർക്കാരോ പാർട്ടിയോ നേതാവോ അല്ല. ഇവിടെ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരാണ് രാജ്യം. അവരുടെ ശബ്ദങ്ങളും അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും പ്രതീക്ഷകളും ചേർന്നതാണ് ജനാധിപത്യം. ബിക്കോസ് ഇന്ത്യ ഇസ് നോട്ട് പെർഫെക്റ്റ്. വിദേശത്ത് നിന്ന് നേതാക്കൾ വരുമ്പോൾ ഇവിടുത്തെ ചേരികൾ കാണാതിരിക്കാൻ ടാർപ്പായ വലിച്ചു കെട്ടുന്ന തരം സൂത്രത്തിലൂടെ ഓട്ടടയ്ക്കൽ പരിപാടിയൊന്നും ഇന്ത്യയെ പെർഫെക്റ്റ് ആക്കില്ല. അധികാരം, രാഷ്ട്രീയ താല്പര്യങ്ങൾ, അജണ്ടകൾ, വർഗീയത, അഴിമതി, ഇതിനൊക്കെ ഇടയിൽ സാധാരണക്കാരന്റെ ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്ന ഒരിടമാണ് ഇന്നത്തെ ഇന്ത്യ. അധികാരത്തിന്റെ വലിയ സംവിധാനങ്ങൾക്ക് മുൻപിൽ ഇവിടുത്തെ മനുഷ്യരുടെ ആവശ്യങ്ങൾ വളരെ ചെറുതായി പോകാറുണ്ട്. എന്നിട്ടും ജനങ്ങൾ സംസാരിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു, പ്രതിഷേധിക്കുന്നു. കാരണം സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ രാജ്യം നമുക്ക് നൽകിയ ഏക ഉറപ്പാണ് പൗരന്മാരുടെ അവകാശങ്ങൾ. വിമർശിക്കുന്നവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടിച്ചാലൊന്നും അതില്ലാതാക്കാൻ പറ്റില്ല. ബിക്കോസ് ഇന്ത്യ ഇസ് വെരി ലാർജ്. ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടി, നീതിക്ക് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി രാജ്യത്ത് ഇന്നും വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നുണ്ട്. മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നുണ്ട്. സാധാരണക്കാർ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. കലാകാരന്മാർ രാഷ്ട്രീയം പറയുന്നു, നിലപാടുകൾ രേഖപ്പെടുത്തുന്നു. കാരണം എല്ലാവരും ഒരേ കാര്യം മാത്രം പറയുന്ന അവസ്ഥയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും അപകടകരമായ അവസ്ഥ. ഇനി ജനാധിപത്യം വേണ്ട, ഏകാധിപത്യം മതി എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അഭിപ്രായം വേറെയായിരിക്കും. സോ വി ക്യാൻ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി. ഇവിടുത്തെ പേര് കേട്ട രാജ്യസ്നേഹികൾ ഇന്ത്യയെ വൺ ഡയമെൻഷനിൽ ആക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. ഒരു ഇന്ത്യക്കാരൻ എങ്ങനെ ഇരിക്കണം, എന്ത് ചിന്തിക്കണം, എന്തൊക്കെ സംസാരിക്കണം, എന്ത് വിശ്വസിക്കണം, എന്ത് ഭക്ഷിക്കണം, എന്ത് ധരിക്കണം എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം യൂണിഫോമിറ്റി കൊണ്ടുവരാനാണ് ഇന്നത്തെ ശ്രമം. അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെ, വ്യത്യസ്തമായി ജീവിക്കുന്നവരെ, വ്യത്യസ്തമായ രാഷ്ട്രീയം പറയുന്നവരെ പാകിസ്ഥാനി എന്നും ട്രൈറ്റർ എന്നും വിളിക്കും. പക്ഷെ 2014 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഈ പറഞ്ഞ ട്രൈറ്റർമാരുടെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ. അതിന്റെ തെളിവാണ് ധർമ്മേന്ദ്ര ജിയുടെ രാജി. ഇന്ത്യയിൽ ഏത് കാലത്ത് എവിടെയാണ് എല്ലാം ഒരുപോലെ ഇരുന്നിട്ടുള്ളത്? ഒരേ ഭാഷ, ഒരേ സംസ്കാരം, ഒരേ ഭക്ഷണം, ഒരേ മതം, ഒരേ രാഷ്ട്രീയം. കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ഭാഷയും സംസ്കാരവും രാഷ്ട്രീയവും ജീവിത രീതിയും. ആ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കുന്നതാണോ ഇന്ത്യയുടെ ഐക്യം? ഇന്ത്യ ഈസ് കോംപ്ലിക്കേറ്റഡ്, കോൺട്രഡിക്ടറി, ലൗഡ്, മെസ്സി, ബ്യൂട്ടിഫുൾ, ഫ്രസ്ട്രേറ്റിംഗ്, ഹോപ്പ്ഫുൾ. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇന്നും ഈ രാജ്യത്തെ മെച്ചപ്പെടുത്താൻ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നവർ തന്നെയാണ് യഥാർത്ഥ ഇന്ത്യക്കാരും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം പെർഫെക്റ്റ് അല്ല, ജനാധിപത്യവും പെർഫെക്റ്റ് അല്ല, പൗരന്മാരും പെർഫെക്റ്റ് അല്ല. ഇന്ത്യയെ അതിന്റെ എല്ലാ കുറവുകളോടും കൂടെ തന്നെ സത്യസന്ധമായി നോക്കാനുള്ള ധൈര്യമാണ് യഥാർത്ഥ ഫ്രീഡം. ആ ധൈര്യം ഇവിടുത്തെ പൗരന്മാർക്ക് വളരെ അനിവാര്യമാണ്. കാരണം ചിലപ്പോഴൊക്കെ രാജ്യത്തെ സ്നേഹിക്കുന്നത് അതിനെ ചോദ്യം ചെയ്തിട്ടാണ്, പ്രതിഷേധിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡിപെൻഡൻസ് ഡേ വളരെ സ്പെഷ്യലാണ്. സ്വാതന്ത്ര്യം നിലനിർത്താനും അത് സംരക്ഷിക്കാനും ഇന്ത്യക്കാർ നടത്തുന്ന പോരാട്ടത്തെ തന്നെ ഇത്തവണ നമുക്ക് ആഘോഷിക്കാം.